മലയോര എക്സ്പ്രസ് പ്രധാന വാർത്തകൾ പവേഡ് ബൈ ജീവനം ആയുർവേദ് ഹോസ്പിറ്റൽ ഇരിട്ടി കിഴൂർ, സ്നേഹ സ്റ്റോഴ്സ് വാണിയപ്പറ, ലാസ അസോസിയേറ്റ്സ് അങ്ങാടിക്കടവ്. നമസ്കാരം, ഞാൻ അധ്യാത്മിക ഷിജോ. എല്ലാവർക്കും മലയോര എക്സ്പ്രസ് ന്യൂസിലെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ സംസ്ഥാനത്തെ സ്കൂളുകളിൽ വന്ദേമാതരം ആലപിക്കേണ്ടതില്ലെന്ന് നിർദ്ദേശം. ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കണമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകിയത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും മുഖ്യ അതിഥികളാകുന്ന ആഘോഷ ചടങ്ങുകളിലും വന്ദേമാതരം ആലപിക്കില്ല. ജമ്മു കാശ്മീരിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം തകർത്ത മലയാളി സൈനിക ഉദ്യോഗസ്ഥൻ മേജർ തരുൺ വാസുദേവന് രാഷ്ട്രപതിയുടെ ശൌര്യചക്ര. 19 പേർക്ക് ശൌര്യചക്രയും 36 പേർക്ക് ധീരതയ്ക്കുള്ള സേനാ മെഡലുകളും 13 മരണാനന്തര ബഹുമതികൾ ഉൾപ്പെടെ 78 ധീരത അവാർഡുകളും രാഷ്ട്രപതി ദ്രൌപദി മുർമു പ്രഖ്യാപിച്ചു. 9 കീർത്തി ചക്രയിൽ 7 മരണാനന്തര ബഹുമതിയാണ്. മണിപ്പൂരിലെ ഭീകരാക്രമണം നേരിട്ട ലഫ്റ്റനന്റ് കേണൽ മനിയോ ഫ്രാൻസിസിന് കീർത്തി ചക്ര നൽകി രാജ്യം ആദരിച്ചു. സ്തുത്യർഹ സേവനം കാഴ്ചവച്ച 282 പേർക്ക് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ. ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ മെല്ലെപ്പോക്ക് കാരണം ഇക്കുറി പട്ടിക വൈകുകയായിരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇടപെട്ടാണ് മെഡൽ ജേതാക്കളുടെ പട്ടിക പുറത്തിറക്കിയത്. എറണാകുളത്ത് അഭിഭാഷകർ തിങ്കളാഴ്ച ജില്ലാ കോടതിയും കീഴ്ക്കോടതികളും ബഹിഷ്കരിക്കും. ഗാർഹിക പീഡന കേസിന്റെ വക്കാലത്തെടുത്ത അഭിഭാഷക ദമ്പതികളായ TM ഡോൾഗോയുടെയും നീമയുടെയും വീട്ടിൽ അക്രമം നടത്തിയതിൽ പ്രതിഷേധിച്ചാണ് സമരം. പ്രദേശവാസികളായ വേലു, വാവക്കുട്ടി എന്നിവരാണ് ആക്രമണം നടത്തിയത്. വേലുവിന്റെ ഭാര്യ നൽകിയ ഗാർഹിക പീഡന പരാതി അഭിഭാഷക ദമ്പതികൾ ഏറ്റെടുത്തതാണ് പ്രകോപനത്തിന് പിന്നിൽ. പ്രതികൾക്ക് വേണ്ടി ആരും വക്കാലത്തെടുക്കരുതെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. കാലടി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിനെ SFI പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. ശവമഞ്ചമൊരുക്കി പ്രതിഷേധ റാലിയും നടത്തി. ക്യാമ്പസിലെ ക്രിമിനലുകൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മുഖ്യമന്ത്രി VD സതീശനോട് ആവശ്യപ്പെട്ടു. സംഭവത്തെ അപലപിച്ച് സംസ്ഥാനത്തെ VC-മാരുടെ കൂട്ടായ്മ പ്രതിഷേധക്കുറിപ്പ് ഇറക്കി. ലോ കോളേജുകളിലെ പരീക്ഷാ മൂല്യനിർണ്ണയത്തിലെ അപാകതകൾക്കെതിരെ SFI കേരള സർവകലാശാല ആസ്ഥാനത്ത് നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിയതിനെതിരെ SFI കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പെൺകുട്ടികളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് ബലമായി നീക്കിയെന്നാരോപിച്ച് പ്രവർത്തകർ പോലീസിനെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. കോതമംഗലം ഊന്നുകൽ SHO-മാരെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കിയെ എറണാകുളം കുട്ടമ്പുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തലശ്ശേരി സബ് ജയിലിൽ നിന്ന് പ്രൊഡക്ഷൻ വാറന്റ് ഹാജരാക്കിയാണ് കസ്റ്റഡിയിലെടുത്തത്. ആഭ്യന്തരമന്ത്രിയെ സമൂഹ മാധ്യമത്തിലൂടെ അവഹേളിച്ച കേസിൽ കസ്റ്റഡിയിലായിരുന്നു അർജുൻ ആയങ്കി. കാലാവസ്ഥാ വ്യതിയാനങ്ങളും പ്രകൃതി ദുരന്തങ്ങളും കേരളത്തിലുണ്ടാക്കുന്ന മഴക്കെടുതിയും പ്രളയവും ശാസ്ത്രീയമായി പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാർ പ്രളയ പ്രതിരോധന പദ്ധതി നടപ്പാക്കും. ഇതിന്റെ ഭാഗമായി IIT-കളിലെ വിദഗ്ധരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. റേഷൻ കടകൾ വഴി സംസ്ഥാന സർക്കാരിന്റെ ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. സ്വാതന്ത്ര്യദിന തലേന്ന് തലസ്ഥാനത്ത് രാത്രി നടത്തവുമായി വനിതകൾ. സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ രാത്രി നടത്തം മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്ത്രീകളുടെ ഒത്തുചേരൽ ഏത് സമയവും സ്ത്രീകൾക്ക് സുരക്ഷിതമായി നടക്കാനുള്ള അന്തരീക്ഷമുണ്ടെന്ന സന്ദേശമാണ് നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിമാരായ ബിന്ദു കൃഷ്ണ, KA തുളസി, തിരുവനന്തപുരം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ GS ആശാനാഥ്, വാർഡ് കൌൺസിലർ ഉൾപ്പെടെ ഉള്ളവർ പങ്കെടുത്തു. ഇത്രയ്ക്ക് സംസ്കാരശൂന്യരാണോ മെൻസ് അസോസിയേഷൻ ഭാരവാഹികളെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ഓൾ കേരള മെൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ സ്ത്രീകൾക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയതിനോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. 5000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വൈക്കം അസിസ്റ്റന്റ് ലേബർ ഓഫീസർ വിജിലൻസിന്റെ പിടിയിലായി. അസിസ്റ്റന്റ് ലേബർ ഓഫീസർ TG ബിനീഷ് കുമാറാണ് തലയോലപ്പറമ്പ് സ്വദേശിയുടെ പരാതിയെ തുടർന്ന് അറസ്റ്റിലായത്. ഇവിടെ വരുമ്പോ എനിക്ക് തീരെ സുഖയില്ലേനു. അപ്പൊ അവര് തടവെല്ലാം കൊണ്ട് കുറെ സുഖമായി എല്ലാം വിധമെല്ലാം മാറി. കാല് തീരെ നടക്കാൻ കഴിയുന്നില്ലേനു. ഇപ്പൊ ഒരുവിധമെല്ലാം മാറി. ജീവനം കീഴൂർ ഇരിട്ടി. ഡോക്ടർ D സജിത് ബാബു സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസറാകും. കേരളം നൽകിയ 3 പേരുടെ പട്ടികയിൽ നിന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സജിത് ബാബുവിന്റെ പേര് തെരഞ്ഞെടുത്തത്. പോലീസ് സ്റ്റേഷൻ ജനങ്ങൾക്ക് ഭയത്തിന്റെ ഇടമല്ല, സഹായവും സംരക്ഷണവും ലഭിക്കുന്ന ഇടമായി മാറണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ.
തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ കേരള പോലീസിന്റെ മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ആദ്യത്തെ എലിവേറ്റഡ് ഹൈവേയുടെ സാധ്യതാ പഠനം ഉടനെ തുടങ്ങും. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ദേശീയപാത 66 കോഹിനൂരിൽ നിന്നാണ് എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുക. നടപടികൾ വേഗത്തിലാക്കാൻ ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന് ഉന്നതതല യോഗം തീരുമാനിച്ചു. സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയ 1 കോടി രൂപ ഉപയോഗിച്ച് സാധ്യതാ പഠനം ഉടനെ പൂർത്തിയാക്കും. ടൂറിസം രംഗത്തെ വെല്ലുവിളികൾ നേരിടാൻ കേരളം സജ്ജമാകണമെന്ന് മന്ത്രി പി.സി. വിഷ്ണുനാഥ്. എറണാകുളത്ത് ഫിലിം സിറ്റി, മാരിടൈം മ്യൂസിയം തുടങ്ങിയ പദ്ധതികൾ വരുമെന്നും ഒരു കാലത്ത് ഓഫ് സീസണായിരുന്ന മൺസൂൺ കാലം ഇന്ന് പ്രധാന ടൂറിസം സീസണായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. കാലടി സർവകലാശാലയിലെ എസ്എഫ്ഐ സമരത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം. ജോൺ തള്ളി. സമരക്കാർ തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്ന് വൈസ് ചാൻസലർ സിസ തോമസ് ആരോപിച്ചു. മന്ത്രി ആർഎസ്എസിന്റെ നാവാണെന്ന് എസ്എഫ്ഐ ആരോപിച്ചു. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ബിവറേജസിൽ മദ്യത്തിന് കൈക്കൂലി വാങ്ങിയെന്ന പരാതിയിൽ 2 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. സുധീൻ രാജ്, അമൽദേവ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. അന്വേഷണ റിപ്പോർട്ടിൽ ബെവ്കോ എംഡിയുടേതാണ് നടപടി. കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ എസ്എഫ്ഐ നിലനിർത്തി. മത്സരിച്ച മുഴുവൻ സീറ്റുകളിലും എസ്എഫ്ഐക്കാണ് വിജയം. കാസർകോട് ജില്ലാ എക്സിക്യൂട്ടീവ് സീറ്റ് യുഡിഎഫിൽ നിന്നും എസ്എഫ്ഐ പിടിച്ചെടുത്തു. ശബരിമലയിൽ നടക്കുന്ന ചിങ്ങമാസ പൂജ, ഓണം പൂജ എന്നിവയോടനുബന്ധിച്ച് അയ്യപ്പ ഭക്തരുടെ യാത്ര സുഗമവും സുരക്ഷിതവുമാക്കുന്നതിനായി കെഎസ്ആർടിസി വിപുലമായ യാത്രാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. നാളെ മുതൽ 28 വരെ വിവിധ കെഎസ്ആർടിസി യൂണിറ്റുകളിൽ നിന്ന് പമ്പയിലേക്കും തിരിച്ചും പ്രത്യേക സർവീസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കണമെന്ന് കെ.സി. വേണുഗോപാൽ എംപി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനോട് ആവശ്യപ്പെട്ടു. ഡൽഹി, മുംബൈ, ബംഗളൂരു തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് ഓഗസ്റ്റ് 23, 24 തീയതികളിൽ അധിക സർവീസുകൾ വേണമെന്നാണ് ആവശ്യം. ഓച്ചിറ പരബ്രഹ്മ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥി അഹമ്മദ് നജാദിന്റെ ആത്മഹത്യയിൽ എസ്എഫ്ഐ പ്രതിഷേധം അവസാനിപ്പിച്ചു. ആരോപണ വിധേയരായ 4 അധ്യാപകരെ സസ്പെൻഡ് ചെയ്യാമെന്ന കോളേജ് അധികൃതരുടെ ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചതെന്ന് എസ്എഫ്ഐ അറിയിച്ചു. കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഫ്ലഡ് ലൈറ്റുകൾ സ്ഥാപിച്ച റഷ്യൻ കമ്പനിയെ സ്പോൺസർ വഞ്ചിച്ചതായി പരാതി. ലൈറ്റിംഗ് ടെക്നോളജീസ് എന്ന കമ്പനിക്ക് കരാർ പ്രകാരമുള്ള 3.68 കോടി രൂപ നൽകാതെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി കബളിപ്പിച്ചെന്നാരോപിച്ച് നിയമ നടപടികൾ ആരംഭിച്ചു. 20ാം സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യയുടെ സമകാലിക അവസ്ഥയെക്കുറിച്ച് ആത്മപരിശോധന നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ഭരണഘടനാ മൂല്യങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും വർഗീയത, തൊഴിലില്ലായ്മ തുടങ്ങിയവയെക്കുറിച്ചും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ശബരിമല ടെൻഡർ വ്യവസ്ഥ പരിഷ്കരിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. കരാറുകാർ സാധനങ്ങൾ സന്നിധാനത്ത് എത്തിക്കണമെന്ന വ്യവസ്ഥ ഒഴിവാക്കി. കരാറുകാർ സാധനങ്ങൾ പമ്പയിലെത്തിച്ച് ദേവസ്വം ബോർഡിന് കൈമാറണം എന്നതാണ് പുതിയ വ്യവസ്ഥ. ഇടുക്കിയിൽ അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തിയ മകൻ അജീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നെടുങ്കണ്ടം എഴുകും വയലിൽ പാറത്തറയിൽ അപ്പച്ചൻ എന്ന് വിളിക്കുന്ന ആന്റണി, ഭാര്യ വത്സമ്മ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. മതിലകം പുതിയകാവിൽ എസ്ആർ ഗോൾഡ് എന്ന പേരിൽ ജ്വല്ലറി തുടങ്ങാമെന്ന് വിശ്വസിപ്പിച്ച് 87 ലക്ഷം രൂപ തട്ടിയ കേസിൽ ദമ്പതികൾ അറസ്റ്റിൽ. പാപ്പിനിവട്ടം സ്വദേശി സുധീർ, ഭാര്യ സുബൈദ എന്നിവരെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. 3 കോടി രൂപ നിക്ഷേപിച്ചാൽ ജ്വല്ലറിയിൽ പാർട്ട്ണർ ആക്കാമെന്ന് വാഗ്ദാനം ചെയ്താണ് പാലക്കാട് കുഴൽമന്ദം സ്വദേശിയിൽ നിന്ന് ഇവർ പണം തട്ടിയത്. രാഷ്ട്ര നിർമ്മാണത്തിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും വികസിത ഭാരത നിർമ്മാണത്തിൽ നാം മുന്നേറുന്നുവെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. സർക്കാർ ജനങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമെന്നും രാഷ്ട്രപതി പരാമർശിച്ചു. ദളിതനായതുകൊണ്ട് വേദി ശുദ്ധീകരിച്ചെന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ആരോപിച്ച സംഘടനയ്ക്ക് ബിജെപിയുമായി ബന്ധമില്ലെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയും ബിജെപി നേതാവുമായ പുഷ്കർ സിംഗ് ധാമി. കർണാടകയിൽ വനിതാ പോലീസ് എസ്ഐയെ ബിജെപി എംഎൽഎയുടെ മകളും എസിപിയുടെ ഭാര്യയുമായ യുവതി മർദ്ദിച്ചു. മാണ്ഡ്യ ജില്ലയിലെ ശ്രീരംഗപട്ടണത്തെ ഒരു ക്ഷേത്രത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എസ്ഐ സവിത പാട്ടീലിനെയാണ് ബി സുരേഷ് ഗൌഡ എംഎൽഎയുടെ മകളും എസിപി ഗൌതമിന്റെ ഭാര്യയുമായ ഐശ്വര്യ മർദ്ദിച്ചത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തെങ്കിലും ഐശ്വര്യയെ കസ്റ്റഡിയിലെടുത്തിട്ടില്ല. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അടുത്ത മാസം ഇന്ത്യയിലെത്തും. 18ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തുന്നത്. പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം വഷളായിരിക്കെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ലെന്ന് ഇന്ത്യ.
നദീജലം തടഞ്ഞാൽ ഇന്ത്യക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഭീഷണി മുഴക്കിയതിന് പിറകെയാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയത്. ഗ്ലാസ്ഗോയിൽ സമാപിച്ച കോമൺവെൽത്ത് ഗെയിംസ് 2026-ൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം കുറിച്ച കരസേനയുടെ കായിക താരങ്ങൾ. രാജ്യത്തിനായി നേടിയ ആകെ 39 മെഡലുകളിൽ 16 എണ്ണവും സ്വന്തമാക്കിയത് വെറും 15 പേരടങ്ങുന്ന ആർമി കായിക സംഘമാണ്.